ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും വലുതുമായിട്ടുള്ള മ്യൂസിയങ്ങളിലൊന്നായിട്ടുള്ള പാരീസിലെ ലൂവ്രീനിൽ തിങ്കളാഴ്ചയുണ്ടായിട്ടുള്ള വൻ മോഷണം ആഗോള സാംസ്കാരിക ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഫ്രഞ്ച് സാംസ്കാരിക മന്ത്രി തന്നെ മോഷണം നടന്നതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. നെപ്പോളിയന്റെ ആഭരണം ഉൾപ്പെടെയുള്ള അമൂല്യമായിട്ടുള്ള വസ്തുക്കളാണ് മ്യൂസിയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടതെന്നാണ് പ്രധാനപ്പെട്ട സൂചനകൾ. സംഭവത്തെ തുടർന്ന് ലോകമെമ്പാടുമുള്ള സന്ദർശകരുടെ ഇഷ്ടകേന്ദ്രമായിട്ടുള്ള ലൂവ്ർ മ്യൂസിയത്തിൽ നിന്ന് ആളുകളെ പൂർണ്ണമായി ഒഴിപ്പിക്കുകയും തുടർന്ന് താൽക്കാലികമായി അടച്ചിടുകയും ചെയ്തിരിക്കുകയാണ്. മൊണാലിസയുടെ ചിത്രം ഉൾപ്പെടെയുള്ള ലോകോത്തര കലാസൃഷ്ടികൾ സൃഷ്ടിച്ചിട്ടുള്ള ഈ സ്ഥാപനത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായത് യൂറോപ്പിലെ തന്നെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുകയാണ് പൊതുജനങ്ങൾക്ക്. പോലീസ് നടപടികൾ പൂർത്തിയായതിനെ തുടർന്ന് മ്യൂസിയം ഫ്രഞ്ച് പോലീസ് സീൽ ചെയ്തു വച്ചിരിക്കുകയാണ്. അത്യധികം ആസൂത്രിതവും സാഹസികവുമായിട്ടുള്ള ലൂവ്റിനിലെ മോഷണം എന്നാണ് പുറത്തുവരുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രാദേശിക സമയം രാവിലെ ഏകദേശം 9:30ഓടെയാണ് സംഭവം നടന്നത്. മുഖംമൂടി ധരിച്ചെത്തിയ 3 അംഗ സംഘമാണ് മോഷണം നടത്തിയെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. മോഷണത്തിന് മോഷ്ടാക്കൾ സ്വീകരിച്ച രീതി അതിവിദഗ്ധമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. കെട്ടിടത്തിന് പുറത്ത് നിർത്തിയിട്ടിരുന്ന ഒരു ട്രക്കിൽ ഘടിപ്പിച്ച ഗുഡ് ലിഫ്റ്റ് ചരക്കുകൾ ഉയർത്താൻ ഉപയോഗിക്കുന്ന ഒരു ഏണി ഉപയോഗിച്ചാണ് പ്രതികൾ മ്യൂസിയത്തിന്റെ ജനലിലേക്ക് എത്തുന്നത്. തുടർന്ന് ജനൽ തകർത്താണ് ഇവർ മ്യൂസിയത്തിനുള്ളിലെ അപ്പോളോ ഗാലറിയിലേക്ക് അതിക്രമിച്ച് കയറുന്നത്. മോഷണത്തിനായി ചെയിൻസോകൾ പോലുള്ള ചെറിയ ഉപകരണങ്ങളും ഇവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ലൂവ്ർ മ്യൂസിയത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ട് മോഷ്ടാക്കൾ 7 മിനിറ്റിനുള്ളിൽ മോഷണം പൂർത്തിയാക്കി സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടുവെന്ന് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവമാണ്. കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണവും മ്യൂസിയത്തിലെ ദൗർബല്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണയും അവർക്കുണ്ടായിരുന്നു എന്ന് ഇത് വ്യക്തമാക്കുകയാണ്. മോഷണത്തിന് ശേഷം ഇവർ സ്കൂട്ടറുകളിലാണ് അതിവേഗം കടന്നു കളഞ്ഞത്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ വലിയ മ്യൂസിയത്തിന്റെ സുരക്ഷാ വലയത്തെ ഭേദിച്ചുകൊണ്ട് വിലമതിക്കാനാവാത്ത ഒരു അമൂല്യ വസ്തുക്കൾ ശേഖരിച്ച് മോഷ്ടിച്ച് രക്ഷപ്പെടാൻ സാധിച്ചത് അധികാരികൾക്ക് വലിയ നാണക്കേടുകൾക്കും ഇടയാക്കിയിട്ടുണ്ട്. മ്യൂസിയം അടച്ചിട്ടതിനെക്കുറിച്ച് ചില അസാധാരണമായിട്ടുള്ള കാരണങ്ങൾ എന്ന് മാത്രമാണ് അധികൃതർ സോഷ്യൽ മീഡിയയിലൂടെ പ്രാഥമികമായി അറിയിച്ചിട്ടുള്ളത്. മോഷണം പോയിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എങ്കിലും നെപ്പോളിയന്റെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി പൂർണ്ണമായിട്ടും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഫ്രഞ്ച് സാംസ്കാരിക മന്ത്രി പ്രതികരിച്ചത് സാംസ്കാരികമായി വലിയ പ്രാധാന്യമുള്ളതും വിലമതിക്കാനാവാത്തതുമായിട്ടുള്ള സാമഗ്രികളാണ് നഷ്ടമായത് എന്നാണ്. ലൂവ്റിനിലെ അപ്പോളോ ഗാലറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഫ്രാൻസിലെ രാജകുടുംബങ്ങളുടെയും ഭരണാധികാരികളുടെയും ചരിത്രപരമായിട്ടുള്ള പ്രധാനപ്പെട്ട ആഭരണങ്ങളും മറ്റ് അലങ്കാര വസ്തുക്കളുമാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ടുമായി ബന്ധപ്പെട്ട വസ്തുക്കൾക്ക് ചരിത്രപരമായും സാമ്പത്തികപരമായും അതിഭീമമായിട്ടുള്ള മൂല്യങ്ങളുണ്ട്. ഇത്തരം വസ്തുക്കൾ വീണ്ടെടുക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് ഫ്രഞ്ച് അധികൃതർ. ലൂവ്ർ മ്യൂസിയം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. എന്നിട്ടും ചെയിൻസോകളും ട്രക്കിൽ ഘടിപ്പിച്ച ലിഫ്റ്റും ഉപയോഗിച്ച് മോഷ്ടാക്കൾ ഇത്ര എളുപ്പത്തിൽ അകത്ത് കടക്കാനും 7 മിനിറ്റിനുള്ളിൽ രക്ഷപ്പെടാനും സാധിച്ചത് ഗുരുതരമായിട്ടുള്ള ഒരു സുരക്ഷാ വീഴ്ചയുടെ ഒരു ഞെട്ടിക്കുന്ന കഥ തന്നെയാണ്. സുരക്ഷാ ക്യാമറകൾ, അലാറം സംവിധാനങ്ങൾ, രാത്രികാല നിരീക്ഷണം എന്നിവയെല്ലാം ഉണ്ടായിരുന്നിട്ടും എങ്ങനെയാണ് ഈ അതിക്രമണം നടന്നതെന്ന് ചോദ്യം അധികൃതരുടെ മുന്നിലുണ്ട്. മ്യൂസിയത്തിന്റെ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന ജീവനക്കാർക്ക് വീഴ്ച പറ്റിയോ അതോ ആരെങ്കിലും മോഷണത്തിൽ സഹായിച്ചോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മോഷണം നടന്ന ഉടൻ തന്നെ പാരീസ് പോലീസ് രംഗത്തെത്തുകയും മ്യൂസിയം പൂർണ്ണമായി സീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മ്യൂസിയത്തിന് മുന്നിലുള്ള നദീതീരത്തിന് സമീപമുള്ള റോഡും പോലീസ് അടച്ചിട്ടിരിക്കുകയാണ്. ഫോറൻസിക് വിദഗ്ധരും പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ടീമും സംഭവ സ്ഥലത്ത് നിന്ന് തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖംമൂടി ധരിച്ച മോഷ്ടാക്കളെ തിരിച്ചറിയാൻ മ്യൂസിയത്തിന്റെ പരിസര പ്രദേശങ്ങളിലെ CCTV ക്യാമറകളും ദൃശ്യങ്ങളും പോലീസ് വിശദമായി പരിശോധിക്കുന്നുമുണ്ട്. മോഷണം നടന്ന അപ്പോളോ ഗാലറിയിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തനരഹിതമായത് എന്നും പോലീസ് വിശദമായി അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മോഷണത്തിനിടെ മ്യൂസിയത്തിലെ ജീവനക്കാർക്കോ സന്ദർശകർക്കോ നേരെ യാതൊരു തരത്തിലുള്ള ആക്രമണങ്ങളും ഉണ്ടായിട്ടില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ്. പ്രതികൾ വളരെ കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടെയാണ് മോഷണം നടത്തിയത്. ആരെയും ഉപദ്രവിക്കാതെ ലക്ഷ്യത്തിലെത്തി അതിവേഗം കടന്നു കളയുന്ന അവരുടെ ശ്രമം വിജയിക്കുകയും ചെയ്തു. ജീവനക്കാർക്ക് നേരെ ആക്രമണം ഉണ്ടാവാതിരുന്നത് ആശ്വാസകരമാണെങ്കിലും ഇത്തരം മോഷണങ്ങൾ മ്യൂസിയം ജീവനക്കാർക്ക് വലിയ മാനസിക പിരിമുറുക്കങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ലൂവ്ർ മ്യൂസിയം കേവലം ഒരു കലാസംഗ്രഹം മാത്രമല്ല, ഫ്രഞ്ച് സംസ്കാരത്തിന്റെയും യൂറോപ്യൻ ചരിത്രത്തിന്റെയും ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതീകം കൂടിയാണ്. ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ സന്ദർശിക്കാൻ എത്തുന്നത്. ചരിത്രത്തിൽ ഇതിനു മുമ്പ് ലൂവ്റിൽ നിന്ന് മോഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1911 മൊണാലിസയുടെ ചിത്രം മോഷണം പോയത് ലോകമെമ്പാടും വലിയ വാർത്തയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പുതിയ മോഷണം മ്യൂസിയത്തിന്റെ പ്രശസ്തിക്കും ആഗോള തലത്തിലുള്ള വിശ്വാസ്യതയ്ക്കും കളങ്കമുണ്ടാക്കിയിരിക്കുകയാണ്. നഷ്ടപ്പെട്ട നെപ്പോളിയന്റെ ആഭരണങ്ങളുടെ മൂല്യം പോലും കണക്കാക്കാൻ സാധിച്ചിട്ടില്ല.